ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ജ്യോതിസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ ട്രിപ്പിലാണ് കേട്ടോ. നമ്മൾ നാലഞ്ചേരി ചേർന്ന് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ടീച്ചേഴ്സൊക്കെ ചേർന്ന് നമ്മൾ ട്രിപ്പിന് പോകണം. അപ്പോൾ എവിടേക്കാണ് പോകുന്നത് നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷൻ രാവിലെ 7 മണിക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ട്രെയിൻ 7:30-ക്കാണ്. പക്ഷേ ട്രെയിൻ വരെ അല്പം ലേറ്റായിട്ടോ. 8 മണിയായി നമ്മുടെ ട്രെയിന് വന്നത്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി കിട്ടിയ സ്ഥലത്ത് കയറി. ഞങ്ങൾ ബുക്ക് ചെയ്തില്ല, നമ്മൾ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലാണ്. പിന്നീട് കുറച്ച് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടി കേട്ടോ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഇരുന്നത്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങ് നമ്മൾ കഴിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ റീലെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാട്ടൊക്കെ ഇട്ട് അതങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മളിതേ എത്തിയിട്ടുണ്ട്. നമ്മൾ ശരിക്കും വന്നത് കൊല്ലത്താണ്. കൊല്ലത്ത് സാമ്പ്രാണി കൊടിയിലേക്കുള്ള യാത്രയാണ്. അങ്ങനത്തെ 3 hours എടുത്തായിട്ട് നമുക്ക് അങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട്, ട്രിവാൻഡ്രം ടു കൊല്ലത്തേക്ക് വരാനായിട്ട് 3 hours എടുത്തു. അങ്ങനെ കൊല്ലത്ത് നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ബസ്സിലാണ് അങ്ങോട്ട്. ഇനി സാമ്പ്രാണി കൊടി വരെ ബസ്സിലാണ്. അപ്പോഴത്തേ വർഷങ്ങൾക്ക് ശേഷമാണ് ബസ്സിലേക്ക് കയറുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ സാമ്പ്രാണി കൊടിയിലേക്ക് ബസ് യാത്ര ഞങ്ങൾക്ക് ഏകദേശം കറക്റ്റ് 1 മണിക്കൂർ എടുത്തു കേട്ടോ. അങ്ങനെ ഉച്ച സമയമായി. നമ്മൾ ഫുഡ് കഴിക്കാനാണ് കയറിയത്. ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ ചോറെല്ലാം കഴിച്ചു. അവിടെ നിന്ന് ചോറ് കഴിച്ച് പിന്നെ ജ്യൂസ് കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമുക്ക് പോവേണ്ടത്. അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് താഴോട്ട് നമ്മൾ ഇറങ്ങണം. താഴോട്ട് ഇറങ്ങിയിട്ട് കടകളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ 1-2 സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. നമ്മൾ ടിക്കറ്റ് ആദ്യം എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ബോട്ടിൽ കയറിയാണ് നമ്മൾ ഐലൻഡിലേക്ക് കൊണ്ടുവരുന്നത്. ഒരാൾക്ക് ടിക്കറ്റ് 150 രൂപയാണ് എടുത്തത്. അപ്പോൾ കുട്ടികൾക്ക് 150 ആയിരുന്നു. എത്ര ടൈം വരെ നമുക്കവിടെ നിൽക്കാൻ നോക്കുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് ഞങ്ങൾ 2 മണിക്കൂർ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ കൂടുതൽ നിൽക്കാമെന്ന് തോന്നുന്നു. പക്ഷേ ഞങ്ങളുടെ കൂടെയുള്ള അങ്കിൾ ഞങ്ങൾക്ക് പറഞ്ഞ് നിങ്ങൾ 1-2 മണിക്കൂർ നിങ്ങൾക്ക് നിൽക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഐലൻഡിൽ നിന്ന് തിരിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ കറക്റ്റ് ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. ഇങ്ങനത്തെ ഒരു കായലിൻ്റെ നടുക്ക് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും. അങ്ങനത്തെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പിന്നെ ഇറങ്ങി ഭയങ്കര രസമായിരുന്നു. വെള്ളത്തിലിങ്ങനെ കളിച്ച്. പക്ഷെ വെള്ളം കൊള്ളത്തില്ല. പിന്നെ കൊച്ചുകുട്ടികൾ വെള്ളം കാണുമ്പോൾ കളിക്കുമല്ലോ. അങ്ങനെ കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ അവിടെയുള്ള ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ മാങ്ങ, ഉപ്പിലിട്ട മാങ്ങ, പിന്നെ പൈനാപ്പിളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൽ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ അപ്പോഴാണ് നമ്മുടെ ആ ചേച്ചി പറഞ്ഞത് ഈ ഒരു കോക്കനറ്റ് മിഠായി കൊള്ളാമെന്ന് ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കഴിച്ചു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അത്രയ്ക്ക് വലുതായി ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ കഴിച്ചു. പിന്നെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണല്ലോ. അങ്ങനെ അത് കഴിച്ചു. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ചേച്ചി ഫ്രീ ആയിട്ടാണ് ഈ സാധനം തന്നത്. മാങ്ങ കഴിച്ചിട്ട് എൻ്റെ ഒരിതുണ്ടല്ലോ അത് നമുക്ക് തന്നു കേട്ടോ. ആരെയും കളിയാക്കരുത്. പക്ഷെ അതിനൊരു ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര ടേസ്റ്റായിരുന്നു. നമുക്ക് 3 പേർക്കും ഞങ്ങൾക്ക് 3 എണ്ണം കിട്ടി കേട്ടോ. പിന്നെ അതെല്ലാം കഴിച്ച് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അവിടെ പോയിട്ട് റീലൊക്കെ എടുക്കാം. പക്ഷെ വെള്ളത്തിൽ നിന്ന് ഇത് കളിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും കുട്ടികളെ പോലെ നമുക്ക് തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ കഴിയും കേട്ടോ. അങ്ങനെയെല്ലാം മാങ്ങ കഴിച്ച് പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത് കുറച്ചും കൂടി മാറി ഒരു മരത്തിൻ്റെ വലിയൊരു ശിഖരങ്ങളിലേക്ക് നമ്മളിത് എല്ലാവരും കയറി അവിടെ ഇരുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് റീലെടുത്തു. പിന്നെ ഫോട്ടോസ് എടുത്തു. അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അങ്കിളിനെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്കിൾ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ ബോട്ട് വന്നു. തിരിച്ച് നമ്മൾ പോവാടെ. അപ്പോൾ നമുക്കൊരു ബോട്ടിങ് യാത്രയും കൂടിയായി കേട്ടോ. ബോട്ടിൽ യാത്ര ചെയ്തിട്ട് കുറേ നാളെയെന്ന് വിചാരിച്ചിരുന്നു. ബോട്ട് യാത്രയായി. പിന്നെ നമുക്ക് ഒരു ഐലൻഡിൽ വന്നതായി. അങ്ങനത്തെ എക്സ്പീരിയൻസാണ്. അങ്ങനെ തിരിച്ച് നമ്മൾ വന്നു, ബോട്ടിൽ ഇറങ്ങി. ഇനി നമുക്കൊന്ന് ഫ്രഷ് ആവണം. കുട്ടികളെയൊക്കെ കുളിച്ചതാണ്. അവരെയൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി അതൊന്ന് ഫ്രഷാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഫ്രഷായി കേട്ടോ. നമ്മളെല്ലാവരും കൂടി ഒരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പുറപ്പാടാണ്. അങ്ങനത്തെ എല്ലാവരും ഐസ്ക്രീം മേടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കോണ് വേണമെന്ന് പറഞ്ഞു. 1-2 പേർക്ക് മാത്രം കോൺ വേണ്ട. ബാക്കി ഒട്ടുമിക്ക എല്ലാവരും കോൺ ഐസ്ക്രീമാണ് മേടിച്ച് കഴിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ബസ്സിൽ കയറി കേട്ടോ. അപ്പോൾ വിശക്കുന്നു. അങ്ങനെ ഹോട്ടൽ തപ്പി നടന്നു. ഒരു ഹോട്ടൽ അവിടെ കണ്ടിട്ടില്ല. എല്ലാം ഗ്യാസിൻ്റെ ഇഷ്യൂ ആയതുകൊണ്ട് ഹോട്ടലുകളെല്ലാം അടപ്പായിരുന്നു. ആ ട്രെയിനിൻ്റെയൊക്കെ ആ ഒരു ഏരിയ. പിന്നെ നമ്മൾ വീണ്ടും കൊല്ലം ജംഗ്ഷനിലെത്താം കേട്ടോ ട്രെയിനിൽ കയറാനായിട്ട്. ട്രെയിനിങ്ങിന് അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് അങ്ങനെ ട്രെയിന്
വന്നു. പിന്നെ ട്രെയിനിൽ കയറി സീറ്റിയിട്ട് ഞങ്ങൾ അവിടെ ചർച്ചയായിരുന്നു, ഇനി അടുത്ത ട്രിപ്പ് എവിടെ പോകണം, എങ്ങനെയാണ്, എപ്പോഴാണ്. ഒരു ട്രിപ്പ് ഇപ്പം കഴിഞ്ഞേ ഉള്ളൂ, വീണ്ടും നമ്മൾ ട്രിപ്പിൻ്റെ ചർച്ചയാണ് അവിടെ നടക്കുന്നത് കേട്ടോ. അങ്ങനത്തെ ഒരു 7 മണിയായപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, നെയ്യാറ്റിൻകര. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ലാസ്റ്റ് സെൽഫിയൊക്കെ എടുത്തു. ഒരുമിച്ച് എല്ലാവരും കൂടി ഇങ്ങനെ ഫുഡ് കഴിക്കണമെന്നാണ് പ്ലാൻ ഇട്ടത്. പക്ഷേ മഴ കാരണം നമുക്ക് ആർക്കും പറ്റിയില്ല കേട്ടോ. അപ്പോൾ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക. ടാറ്റാ.